നീലാഞ്ജനപ്പൂ താലാട്ടൂഞ്ഞാലിൽ, ഈ പാട്ട് കേട്ടിട്ടില്ലേ? ഇതിൽ പറയുന്ന നീലാഞ്ജനി കായാമ്പൂവാണ്. അതായത് കായാമ്പൂവിന് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് നീലാഞ്ജനി. നീലവർണ്ണത്തിൽ വിസ്മയം തീർക്കുന്ന ഈ കായാമ്പൂ ഞങ്ങളുടെ പറമ്പിൽ ഉണ്ടായതാണ്. കണ്ടോ, കായാമ്പൂ വർണ്ണൻ എന്ന് ശ്രീകൃഷ്ണനെ വിശേഷിപ്പിക്കുന്നത് തന്നെ ഇതിൻ്റെ നിറമായതുകൊണ്ടാണ്. വളരെ ഔഷധഗുണമുള്ള ഒരു സസ്യമാണിത്. പൂക്കളും അതിൻ്റെ ഇലകളും പല രോഗങ്ങൾക്കും ഔഷധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മുഖ്യമായിട്ടും മെൻസ്ട്രൽ പ്രോബ്ലത്തിനാണ് ഇത് ഉപയോഗിക്കുക. അതായത് ഇതിൻ്റെ ഇല വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിക്കുക എന്നാണ് പറയുന്നത്. വെള്ളപ്പോക്കിനൊക്കെ വളരെ നല്ല ഔഷധമാണ്. അതുപോലെ ഡയറിയ പോലുള്ള വയറിളക്ക രോഗങ്ങൾക്കും ഇത് നല്ലതാണെന്ന് പറയപ്പെടുന്നു. ഇതിൻ്റെ വേരും ഇലയും പൂക്കളും എല്ലാം മെഡിസിനൽ യൂസസ് ഉള്ളതാണ്. കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. എന്ത് ഭംഗിയാണെന്നറിയോ, അതിൻ്റെ ആ ഇലകളുടെ ഇടയിൽ നിൽക്കുന്ന ഇങ്ങനെ അപ്പൂപ്പൻ താടി പോലെയുള്ള തൊങ്ങലുകളായിട്ട് നിൽക്കുന്ന പൂ കാണാൻ വളരെ ഭംഗിയാണ്. കാണുന്നത് തന്നെ പുണ്യമാണെന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അറിവുള്ളവരെല്ലാം നമുക്ക് പരിചയമുള്ളവരോടൊക്കെ പറഞ്ഞു വന്ന് കണ്ടിരുന്നു എല്ലാവരും. സാധാരണ വനങ്ങളിലാണിത് കാണപ്പെടുന്നതെങ്കിലും ഇവിടെ ഞങ്ങളുടെ പറമ്പിലിതുണ്ടായി. വേനൽക്കാലത്താണ് സാധാരണ ഉണ്ടാവുക. മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ കുറച്ച് ദിവസം അതിങ്ങനെ ഇതേപോലെ വാടാതെ നിൽക്കും. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം പിന്നെ അത് കൊഴിഞ്ഞു പോവുകയാണ് പതിവ്. നീലക്കാർ വർണ്ണനെ പോലെ നിൽക്കുന്ന ഈ പൂ നീലക്കടമ്പാണോ എന്നാണ് എൻ്റെ സംശയം. ഈ മരം നീലക്കടമ്പാണോ? ആർക്കെങ്കിലും അറിയുമെങ്കിൽ പ്ലീസ് കമൻറ്റ് ഇറ്റ്. താങ്ക് യു സോ മച്ച്.